ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വിച്ച് മീൻസ് ഡിഗ്രി ഫോർത്ത് സം ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതിലെ ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, മെറ്റീരിയൽ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ എംപോറിയോ, മൈസെൽഫ് അരുൺകുമാർ. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ an economic order quantity? Okay, so economic order quantity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the size of the order which total of ordering and carrying cost are minimum. It is the size of the order in which total of what ordering cost and carrying cost are minimum. അപ്പോൾ ഇതിന്റെ ഈ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഓർഡറിംഗ് ആൻഡ് carrying cost are minimum എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് പിടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. നോർമലി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് ഒരു ഓർഡറിന്റെ സൈസ് ആണ്. എന്താണ് ഒരു ഓർഡറിന്റെ സൈസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഒരു ഓർഡർ സൈസ്, അതായത് ഓർഡർ സൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഡർ സൈസ് എന്ന് പറഞ്ഞാൽ എന്താ, സൈസ് ഓഫ് ദ ഓർഡർ, വിച്ച് മീൻസ് എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യണം, നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പർച്ചേസ്ഡ്, ഹൗ മച്ച് നമ്പർ ഓഫ് യൂണിറ്റ്സ് യു ഹാവ് ടു ബി പർച്ചേസ്ഡ് or you have to be placed when you are making an order. നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എത്ര യൂണിറ്റിന്റെ ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പൊ അത് എത്രയെന്ന് നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നോക്കുന്നത്, ഓർഡറിംഗ് കോസ്റ്റും അതുപോലെ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റും, ഈ രണ്ട് ഘടകങ്ങൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഒരു ഓർഡർ എപ്പോഴും പ്ലേസ് ചെയ്യുന്നത്. പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും എപ്പോഴാണോ ഏത് പോയിന്റിലാണോ ഏറ്റവും മിനിമം, രണ്ടും ഏത് പോയിന്റിലാണോ ഏറ്റവും മിനിമം, ആ പോയിന്റിൽ എറൈസ് ചെയ്യുന്ന ഓർഡർ സൈസ്, ആ പോയിന്റിൽ എറൈസ് ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതാണ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, ബെനിഫിറ്റ് ഉണ്ടാവുക എന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു പർച്ചേസ്, ഒരു മെറ്റീരിയൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഒരു മെറ്റീരിയൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവിടെ മൂന്ന് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. ഒന്ന് ഏതാണ്, പർച്ചേസ് കോസ്റ്റ്. പർച്ചേസ് കോസ്റ്റിന്റെ കൂടെ ഏതുണ്ടായിരിക്കും, ഓർഡറിംഗ് കോസ്റ്റ് ഉണ്ടായിരിക്കും. ഓർഡറിംഗ് കോസ്റ്റിന്റെ കൂടെ ഏതുണ്ടായിരിക്കും, ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടായിരിക്കും. എന്താണ് പർച്ചേസ് കോസ്റ്റ്? ഇപ്പൊ സേ ഫോർ 10,000 യൂണിറ്റ്സ്, അതായത് ഈ 10,000 യൂണിറ്റ്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആനുവൽ ഡിമാൻഡ് ആണ്. എന്താ ഞാൻ പറഞ്ഞത്, ആനുവൽ ഡിമാൻഡ് അല്ലെങ്കിൽ ആനുവൽ കൺസംഷൻ. ഒരു വർഷം നിങ്ങൾ നിങ്ങളുടെ ഫാക്ടറിയിൽ, നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റ്, പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള, നിങ്ങളുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എത്ര യൂണിറ്റ്സ്, എത്ര റോ മെറ്റീരിയൽസ് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്. അതാണ് 10,000 യൂണിറ്റ്സ്. അപ്പൊ 10,000 യൂണിറ്റ് ആണ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 10,000 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ആ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി ആവശ്യമെങ്കിൽ ഒരു യൂണിറ്റിന് 10 രൂപ വെച്ചിട്ടാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര വരും, ഒരു വർഷത്തേക്ക് 1 lakh rupees ആണ് നിങ്ങളുടെ പർച്ചേസ് കോസ്റ്റ് വരിക. നിങ്ങളുടെ പർച്ചേസ് കോസ്റ്റ് വരിക ഫിക്സഡ് ആയിരിക്കും. പർച്ചേസ് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് 1,00,000. കാരണം നിങ്ങളുടെ ആനുവൽ ഡിമാൻഡ് എത്രയാ, 10,000 യൂണിറ്റ്, ഒരു യൂണിറ്റിന് 10 രൂപ. അപ്പൊ അത് എപ്പോഴും ഒരു വർഷത്തേക്ക് 10,000 ഫിക്സ്ഡ് ആണ്. അത് ഇനിയിപ്പോ നിങ്ങൾ 10,000 യൂണിറ്റ്സ് ഒരുമിച്ച് പർച്ചേസ് ചെയ്താലും, 10,000 യൂണിറ്റ്സ് രണ്ട് ഘട്ടമായിട്ട്, അതായത് 5,000 യൂണിറ്റ് പർച്ചേസ് ചെയ്താലും നിങ്ങളുടെ പർച്ചേസ് കോസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? എന്നാൽ നിങ്ങളുടെ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഡിഫറെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതായത് ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ഉള്ളത്, ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും തമ്മിൽ. അതെങ്ങനെയാണ് ഇവിടെ നോക്കാം. ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്പോർട്ടേഷൻ, ഡോക്യുമെന്റേഷൻ, ഇൻസ്പെക്ഷൻ, ഇങ്ങനെയുള്ള ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ, അതുമായി ഇൻസ്പെക്ഷൻ ചാർജ്, ഇതെല്ലാം കൂടി അടങ്ങുന്നതാണ് ഇത് ഓർഡറിംഗ് കോസ്റ്റ്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് 1000 പെർ ഓർഡർ. അതായത് 10,000 യൂണിറ്റ്സ് നിങ്ങൾ ഒരുമിച്ച് വാങ്ങുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ എത്ര കൊടുത്താൽ മതി, സിംഗിൾ ഓർഡർ ആണെങ്കിൽ നിങ്ങൾ എത്ര കൊടുത്താൽ മതി, 1000 രൂപ. ഒരു ഓർഡറിന് 1000 രൂപ. നിങ്ങൾ 10,000 രണ്ടെണ്ണമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിലോ, 5,000 വെച്ചിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിലോ, 2 ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം ആദ്യത്തെ ഓർഡർ നിങ്ങൾ 1000 കൊടുത്തു, രണ്ടാമത്തെ ഓർഡർ നിങ്ങൾ 1000 കൊടുത്തു. അപ്പൊ ഏതായിരിക്കും ബെനിഫിറ്റ്, രണ്ടെണ്ണമായിട്ട് പ്ലേസ് ചെയ്യണോ, ഒന്നായിട്ട് പ്ലേസ് ചെയ്യണോ നിങ്ങൾ ബെനിഫിറ്റ്? ഇവിടെയാണ് നമ്മളുടെ ഈ പോയിന്റ്, ഈ ഓക്കെയുടെ പോയിന്റ് അറൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ വന്നു അല്ലെ. നിങ്ങൾ പറയും ഒന്നായിട്ട് പർച്ചേസ് ചെയ്താൽ 1000 കൊണ്ട് സാർ പണി കഴിഞ്ഞില്ലേ. ശരിയാണ്, 1000 കൊണ്ട് പണി കഴിഞ്ഞു അല്ലെ. പക്ഷേ അവിടെ വരുന്ന മൂന്നാമത്തെ എലമെന്റ് നിങ്ങളുടെ ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് ആണ് സ്റ്റോറിംഗ് കോസ്റ്റാ. ഈ 10,000 യൂണിറ്റ് നിങ്ങൾ ഒരുമിച്ച് വാങ്ങിയ, ഒരു വർഷത്തേക്കുള്ള യൂണിറ്റ് നിങ്ങൾ ഒരുമിച്ച് വാങ്ങിയാൽ ഈ 10,000 യൂണിറ്റ് നിങ്ങൾ
ഗോഡൌണിൽ വെക്കണം. അപ്പൊ ആ ഗോഡൌണിലായി 10,000 യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഗോഡൌൺ നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ചെലവ് അവിടെ കൂടും അല്ലെ. അതുമായി ആ 10,000 യൂണിറ്റിനെ പ്രോപ്പർ ആയിട്ട് അവിടെ ഇൻഷുറൻസ് ചെയ്യണം. അപ്പൊ 10,000 യൂണിറ്റ് ഇൻഷുർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെലവ് നിങ്ങൾക്ക് വീണ്ടും അവിടെ കൂടുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ക്യാരിങ് കോസ്റ്റ് ഇവിടെ എന്താവാണ്? ഇൻക്രീസ് ആവാണ് അല്ലെ. അതേസമയം ഇവിടെ ഓർഡറിംഗ് കോസ്റ്റ് ഇവിടെ എന്താവാണ്? കുറയാണ്. ഒന്നുകൂടി പ്രോപ്പർ ആയിട്ട് പറയുകയാണ് വിത്ത് പ്രോപ്പർ എക്സാമ്പിൾ വിത്ത് ദീസ് 1,10,000 യൂണിറ്റ്സിന്റെ പർച്ചേസും 1,000 രൂപ ഓർഡറിംഗ് കോസ്റ്റും ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ക്വാർട്ടർലി ബേസിസിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പർച്ചേസ് നടത്തി. ക്വാർട്ടർലി ബേസിസ് പർച്ചേസ് എത്ര ഓർഡർ കൊടുക്കും? ഞാൻ 4 ഓർഡർ കൊടുക്കും അല്ലെ. ഒരു ഓർഡറിന് എത്രയാണ് വരിക? 1000. അങ്ങനെയാണെങ്കിൽ 4 ഓർഡറും കൂടി ഞാൻ എത്ര കൊടുക്കണം? 4,000 രൂപ ഓർഡറിംഗ് കോസ്റ്റ് കൊടുക്കണം അല്ലെ. 4,000 രൂപ ഓർഡറിംഗ് കോസ്റ്റ് കൊടുക്കണം. അപ്പൊ നിങ്ങൾ നോക്കാം, 4 ഘട്ടമായിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. 4 ഘട്ടം എന്ന് പറഞ്ഞാൽ എത്രയാ? 10,000 ആയിരുന്നു അല്ലെ. അപ്പൊ 10,000 ഡിവൈഡഡ് ബൈ ക്വാർട്ടർലി ആണ് 4. അതായത് ഓരോ തവണയും ഞാൻ എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യും? 2,500 യൂണിറ്റ് വെച്ച് പർച്ചേസ് ചെയ്യും. 2,500 ആദ്യം വരുന്നു, അത് നേരെ ഗോഡൌൺ കൊണ്ടുപോകും അല്ലെ. അപ്പൊ 2,500 യൂണിറ്റ് ആദ്യം വരുന്നു, അത് കഴിയാനാകുന്ന സമയത്ത് അടുത്ത 2,500 വരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് എന്റെ ക്യാരിങ് കോസ്റ്റ് എന്തായിരിക്കും? ഇവിടെ കുറവായിരിക്കും അല്ലെ. എന്റെ ക്യാരിങ് കോസ്റ്റ് അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷെ ഓരോ തവണയും ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഓർഡറിന് ഞാൻ എത്ര കൊടുക്കണം? 1,000 രൂപ വെച്ച് കൊടുക്കണം. അതായത് എന്റെ ഓർഡറിംഗ് കോസ്റ്റ് ഇവിടെ എന്താണ്? കൂടുതലാണ് അല്ലെ. എന്റെ ഓർഡറിംഗ് കോസ്റ്റ് ഇവിടെ എന്താണ്? കൂടുതലാണ്. പക്ഷെ എന്റെ ക്യാരിങ് കോസ്റ്റ് ഇവിടെ എന്താണ്? കുറവാണ് അല്ലെ. ഇനി 2 മാസം, അതായത് 6 മന്ത്സ് ആവുന്ന സമയത്ത് ഞാൻ എങ്ങനെ വാങ്ങും? 5,000 വെച്ചിട്ട് വാങ്ങും അല്ലെ. ആദ്യം 5,000 വാങ്ങും, അടുത്ത് രണ്ടാമത് എന്ത് ചെയ്യും? വീണ്ടും ഒരു 5,000 ഓർഡർ കൊടുക്കും. അതായത് 2 ഓർഡറാണ് ഞാൻ പ്ലേസ് ചെയ്യുക. 1,000 വെച്ചിട്ട് എന്റെ ഓർഡറിംഗ് കോസ്റ്റ് എത്ര വന്നു? 2,000 വന്നു. അപ്പൊ എന്റെ ക്യാരിങ് കോസ്റ്റ് എന്തായിരിക്കും? കൂടും. എന്റെ ക്യാരിങ് കോസ്റ്റ് എന്താവും? കൂടും. കാരണം നേരത്തെ 2,500 കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഗോഡൌൺ പറയും ഇപ്പൊ എനിക്ക് എത്ര കപ്പാസിറ്റിയുടെ ഗോഡൌൺ വേണം? 5,000 യൂണിറ്റ് കീപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഗോഡൌൺ വേണം അല്ലെ. അപ്പൊ എന്റെ ക്യാരിങ് കോസ്റ്റ് എന്തായി? ഇൻക്രീസ് ആയി അല്ലെ. എന്റെ ഓർഡറിംഗ് കോസ്റ്റ് ഇവിടെ എന്തായി? കുറഞ്ഞു അല്ലെ. ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരും. അറ്റ് വൺസ്, അതായത് 10,000 യൂണിറ്റിന് ഒറ്റയടിക്ക് ഞാൻ വാങ്ങി, അതായത് ഒറ്റ ഓർഡറിംഗ് കോസ്റ്റ് വന്നുള്ളൂ. അതായത് 1,000 ഒരു ഓർഡർ പ്ലേസ് ചെയ്യുള്ളൂ, 1,000 രൂപ കൊടുത്താൽ മതി. എന്റെ ഓർഡറിംഗ് കോസ്റ്റ് കുറഞ്ഞു, പക്ഷെ എന്റെ ക്യാരിങ് കോസ്റ്റ് അവിടെ വീണ്ടും എന്താണ്? കൂടുകയാണ്. സോ ക്ലിയർ ആണല്ലോ. അതായത് ഓർഡറിംഗ് കോസ്റ്റും അതേപോലെ തന്നെ ക്യാരിങ് കോസ്റ്റും തമ്മിൽ എന്താണ്? ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അതായത് ഓർഡറിംഗ് കോസ്റ്റ് കൂടുകയാണെങ്കിൽ ക്യാരിങ് കോസ്റ്റ് എന്താവും? കുറയും. ക്യാരിങ് കോസ്റ്റ് കൂടുകയാണെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് എന്താകും? കൂടും. ക്ലിയർ ആണല്ലോ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും എപ്പോഴാണോ മിനിമം, അതായത് നമുക്ക് വേണമെങ്കിൽ OC ഈസ് ഈക്വൽ ടു CC അല്ലെങ്കിൽ OC ആൻഡ് CC അറ്റ് മിനിമം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമത്തിലാകുന്ന ഓർഡർ സൈസ്. മനസ്സിലായല്ലോ? ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമത്തിലാകുന്ന ഓർഡർ സൈസ്. ആ ഓർഡർ സൈസിനെ പറയുന്ന പേരാണ് എന്ത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പൊ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ദ കോസ്റ്റ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ദ പർച്ചേസ് ഓഫ് ഓർഡർ ഓഫ് മെറ്റീരിയൽ, എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഫോർ ഹോൾഡിംഗ് ഓഫ് ഇൻവെന്ററീസ് ഹോൾഡ് ചെയ്യാനുള്ള കോസ്റ്റ്. ഓക്കെ. അപ്പൊ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും രണ്ടും മിനിമത്തിലാകുന്ന ഓർഡർ സൈസിനെ പറയുന്ന പേരാണെന്ത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ക്ലിയർ ആണല്ലോ. അപ്പം നിങ്ങൾ നമുക്ക് ഇവിടെ നോക്കാം. ഇതൊരു ചാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തതാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. അവിടെ കോസ്റ്റ്, ഇത് നമ്മളുടെ ഇത് ക്വാണ്ടിറ്റി. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ നോക്കുക, കോസ്റ്റ് കൂടുക അല്ലെ. കോസ്റ്റ് ഇവിടെ എന്താവുകയാണ്? ഇൻക്രീസ് ആവുകയാണ് അല്ലെ. കോസ്റ്റ് ഈ ലെവൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ ക്വാണ്ടിറ്റി ഇവിടെ എത്രയാ? കൂടുതലാണ് അല്ലെ. അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഇത്രയും കോസ്റ്റിലേക്ക് നിങ്ങൾ അറൈസ് ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? ക്യാരിയിങ് കോസ്റ്റ് ആണ്. അതേസമയം ഓർഡറിംഗ് കോസ്റ്റ് നിങ്ങൾ നോക്കുക. ഓർഡറിംഗ് കോസ്റ്റ് എപ്പോഴായിരിക്കും കൂടുതലുണ്ടാവുക? ക്വാണ്ടിറ്റി കുറവാകുന്ന സമയത്താണ്. കാരണം 2,500 വെച്ചിട്ട് നിങ്ങൾ 4 പ്രാവശ്യം ഓർഡർ ചെയ്യണം അല്ലെ. 2,500 വെച്ചിട്ട് നിങ്ങൾ 4 തവണ ഓർഡർ ചെയ്യണമായിരുന്നു. അപ്പൊ നിങ്ങളുടെ ക്യാരിയിങ് കോസ്റ്റ് എത്രയായിരുന്നു? ഓർഡറിംഗ് കോസ്റ്റ് എത്രയായിരുന്നു? ഹൈ ആയിരുന്നു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഓർഡറിന്റെ ക്വാണ്ടിറ്റിയുടെ എണ്ണം നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂട്ടാൻ തുടങ്ങി. ക്വാണ്ടിറ്റി ഏറ്റവും കൂടുതൽ, അതായത് 10,000 മാത്രം കൊടുത്തപ്പോൾ നിങ്ങളുടെ കോസ്റ്റ് എന്താണെന്ന് തുടങ്ങി? ഓർഡറിംഗ് കോസ്റ്റ് എന്തായി? ഏറ്റവും ലോ പോയിന്റിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആകുന്ന പോയിന്റ്, അല്ലെങ്കിൽ ഇത് രണ്ടും മിനിമത്തിലാകുന്ന പോയിന്റ്, അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? രണ്ടും മിനിമത്തിലാകും, രണ്ടും ഒരുമിച്ച് മിനിമത്തിലാകുന്ന ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? EOQ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാം? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? √2AO divided by C. Either you could write it
2AO divided by C. കൺഫ്യൂസ്ഡ് ആവണ്ട. √2AO divided by C. ചില ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഏതെങ്കിലും ഫോർമുലാസ് ആയിരിക്കും. ലെറ്റേഴ്സ് ചിലപ്പോൾ മാറാം, അത്രേ വ്യത്യാസമുള്ളൂ. ഓക്ക് പകരം സി ആകാം, എക്ക് പകരം ഡി ആകാം, ഏത് വേണമെങ്കിലും വരാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ? എ മീൻസ് എന്താണ്? ആനുവൽ ഡിമാൻഡ്. എ മീൻസ് എന്താണ്? ആനുവൽ ഡിമാൻഡ്. ആനുവൽ ഡിമാൻഡ്. ഓക്കെ, ആനുവൽ ഡിമാൻഡ് ഓർ ആനുവൽ കൺസംഷൻ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 10,000 യൂണിറ്റ് ആയിരുന്നു. അപ്പൊ ആ 10,000 യൂണിറ്റ് ആകുന്ന സമയത്ത് അതാണ് നമ്മളുടെ ആനുവൽ ഡിമാൻഡ്. O മീൻസ് എന്താണ്? ഓർഡറിംഗ് കോസ്റ്റ്. O മീൻസ് ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ. ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. പെർ ഓർഡറിലായിരിക്കണം ഉണ്ടായിരിക്കും. ഓർഡറിംഗ് കോസ്റ്റ് നിങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? പെർ ഓർഡറിലായിരിക്കും നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. കാരിങ് കോസ്റ്റ് എങ്ങനെയായിരിക്കണം? കാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. സി എന്താണ്? കാരിങ് കോസ്റ്റ്. കാരിങ് കോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടത്? പെർ യൂണിറ്റിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് 2 പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലം നിങ്ങൾ നോക്കാം. എ കമ്പനി പർച്ചേസ്ഡ് റോ മെറ്റീരിയൽ. എ കമ്പനി പർച്ചേസ്ഡ് റോ മെറ്റീരിയൽ അറ്റ് എ കോസ്റ്റ് ഓഫ് 16 പെർ യൂണിറ്റ്. അപ്പം ഇത് പർച്ചേസ് കോസ്റ്റ് ആണ്. 16 രൂപ എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് കോസ്റ്റ് ആണ്. ഈ പർച്ചേസ് കോസ്റ്റിന്റെ ആവശ്യം നമുക്ക് നിലവിൽ ആവശ്യമില്ല. പർച്ചേസ് കോസ്റ്റ്. ആനുവൽ ഡിമാൻഡ് നോക്കുക, ഇവിടെ ആനുവൽ ഡിമാൻഡ് എത്ര? ആനുവൽ ഡിമാൻഡ് ഈസ് 25,000. ആനുവൽ ഡിമാൻഡ് എത്രയാണ്? 25,000. കാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് നേരിട്ട് തന്നിട്ടുണ്ട്. കാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 6.40. ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ഓർഡർ ഈസ് എത്രയാണ്? 32. അതായത് ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, പ്രത്യേകിച്ച് എക്സാമിന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമുക്ക് അറിയാം. ഇവിടെ എ എത്രയാണ്? 25,000 ആണ്. പിന്നെ ഓ എത്രയാണ്? ഓർഡറിംഗ് കോസ്റ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? 32 ആണ്. കാരിയിങ് കോസ്റ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? 6.40 ആണ് തന്നിട്ടുള്ളത്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ OQ ഈസ് ഈക്വൽ ടു എങ്ങനെയാ? √2AO divided by C, അല്ലെ? ഈക്വൽ ടു root of 2 into A എത്രയാ? 25,000 into O, that is 32 divided by 6.4. അങ്ങനെയാണെങ്കിൽ 2 into 25 to 32, that is around 16 lakh. എത്ര വരുന്നത്? 16 lakh divided by 6.4. റൂട്ട് എടുത്ത് ലാസ്റ്റ് നമുക്ക് റൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 16 lakh divided by 6.4 വരുന്നത് 2,50,000 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 2,50,000. റൂട്ട് ഓഫ് 2,50,000 is equal to 500. റൂട്ട് ഓഫ് is equal to 500 യൂണിറ്റ്സ്. അപ്പൊ അതായത് ഇതിൽ പറയുന്ന കാര്യം എന്താ? 500 യൂണിറ്റ്. നിങ്ങൾ പുതിയൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എത്ര യൂണിറ്റിന് ഓർഡർ പ്ലേസ് ചെയ്യണം? 500 യൂണിറ്റിന്. അപ്പൊ 500 യൂണിറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ ഓർഡറിംഗ് കോസ്റ്റും നിങ്ങളുടെ കാരിയിങ് കോസ്റ്റും എന്തായിരിക്കും? ഏറ്റവും മിനിമം ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് എത്രയാണ് ഉള്ളത്? 25,000 വേണം. അപ്പൊ ഓരോ തവണ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് എത്ര യൂണിറ്റിന്റെ ഓർഡർ വെച്ച് നിങ്ങൾ പ്ലേസ് ചെയ്യാം? 500 യൂണിറ്റിന്റെ ഓർഡർ പ്ലേസ് ചെയ്യാം. അങ്ങനെ 500 യൂണിറ്റ് ഓർഡർ ആണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ലാഭിക്കാം? നിങ്ങളുടെ കാരിയിങ് കോസ്റ്റും നിങ്ങളുടെ ഓർഡറിംഗ് കോസ്റ്റും എന്തായിരിക്കും? ഏറ്റവും മിനിമം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? പ്രോബ്ലം നമ്പർ 1. ഇനി പ്രോബ്ലം നമ്പർ 2. പ്രോബ്ലം നമ്പർ 2ലേക്ക് നമുക്ക് പോകാം. പ്രോബ്ലം നമ്പർ 2. ഇവിടെ നോക്കുക, കാൽക്കുലേറ്റ് ഇഒക്യൂയും കാൽക്കുലേറ്റ് ചെയ്യണം. അത് കൂടാതെ വേറൊരു സാധനം കൂടി ഇവിടെ തന്നിട്ടുണ്ട്, അല്ലെ? ഇഒക്യു ആൻഡ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്. എത്ര ഓർഡർ കൂടി പ്ലേസ് ചെയ്യണം ഇൻ എ ഇയർ. ഒരു വർഷം എത്ര ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടി വരും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കുക. ക്വാർട്ടർലി കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ്. ഇയർലി അല്ല, ആനുവൽ കൺസംഷൻ അല്ല തന്നിരിക്കുന്നത്. ക്വാർട്ടർലി കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ് തന്നിരിക്കുന്നത്. എന്താ ക്വാർട്ടർലി കൺസംഷൻ? അതായത് ഒരു വർഷം 4 ക്വാർട്ടർ ആണ്, അല്ലെ? അപ്പൊ ഓരോ ക്വാർട്ടറിലും എത്രയാ വെച്ച് വാങ്ങുന്നുണ്ട് നിങ്ങൾ? 4,000 ആണ് നിങ്ങളുടെ എന്ത് വരുന്നത്? ആനുവൽ ക്വാർട്ടർലി കൺസംഷൻ വരുന്നത്, അല്ലെ? കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ഇൻ ഓർഡർ എത്രയാ? ഒരു ഓർഡർ പ്ലേസ് നിങ്ങൾക്ക് എത്ര വരും? 100 വരും. കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എത്ര വരുന്നത്? 80 ആണ്. സ്റ്റോറേജ് ആൻഡ് കാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 8% ഓഫ് ഇൻവെന്ററി ആണ്. അത് ഇൻവെന്ററി, ടോട്ടൽ ഇൻവെന്ററി എത്ര വരുന്നത്? അതിന്റെ 8%. അപ്പം ഇവിടെ നമുക്ക് കാരിയിങ് കോസ്റ്റ് പെർസെന്റിൽ, നോർമലി എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഉണ്ടായിരിക്കുക, പെർസെന്റേജ് ബേസിസിലാണ് തരിക. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം, അല്ലെ? നമുക്ക് ആദ്യം കിട്ടേണ്ട കാര്യങ്ങൾ നോക്കാം. ആനുവൽ കൺസംഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ക്വാർട്ടർലി കൺസംഷൻ എത്രയാ? 4,000 ഇൻറ്റു എത്ര? 4, ദാറ്റ് ഈസ് ഈക്വൽ ടു
16,000 യൂണിറ്റ്സ് ആണ് ഒരു വർഷത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പർച്ചേസ് ചെയ്യേണ്ടത്. ഇനി ക്യാരിയിങ് കോസ്റ്റ് കിട്ടണം അല്ലെ. ക്യാരിയിങ് കോസ്റ്റ് കിട്ടണമെങ്കിൽ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇൻവെന്ററിയുടെ 8% അല്ലേ. അപ്പൊ ഇൻവെന്ററിയിലെ ഒരു കോസ്റ്റ്, ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എത്രയാ, 80. അപ്പം കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്, കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻവെന്ററി. ദാറ്റ് ഈസ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാ, 80 ഇൻറ്റു 8/100. That will be equal to 6.4. That will be equal to 6.4. ഇനി നമുക്കറിയാം ഓർഡറിംഗ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 100 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നേരിട്ട് എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. എന്താ, EOQ is equal to root of 2AO divided by C അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ root of 2 into annual consumption എത്രയായിരുന്നു, 16,000 അല്ലേ. 16,000 into ordering cost എത്രയായിരുന്നു, 100 divided by carrying cost എത്രയായിരുന്നു, 6.4 അല്ലേ. ordering cost 100. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, root of 32 lakh, ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. 32 lakh divided by 6.4, that will be equal to root of 32 lakh divided by 6.4 will be 5 lakh. എത്ര വരിക, 5 lakh. അപ്പം ഇത് ഒരു റൗണ്ട് ഫിഗർ ആക്കണം നമ്മൾ. 706 പോയിന്റ് സംതിങ് ആണ് വരിക. ഞാനത് റൗണ്ട് ആക്കിയിട്ട് 707 യൂണിറ്റ്സ്. അതായത് എങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റിന് ഓർഡർ പ്ലേസ് ചെയ്യാം, 707 യൂണിറ്റ്സിന്റെ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാരിയിങ് കോസ്റ്റും മിനിമം കോസ്റ്റും എന്തായിരിക്കും, ക്യാരിയിങ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും എന്തായിരിക്കും, മിനിമത്തിലായിരിക്കും. ഓക്കെ, ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്, നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ്. ഒരു വർഷം എത്ര ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടി വരും എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെ കിട്ടുക, ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ EOQ. ആനുവൽ കൺസംഷൻ എത്രയായിരുന്നു, 16,000 ആണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വേണ്ടത് അല്ലെ. ഓരോ തവണ നിങ്ങൾ എത്ര വെച്ചിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്, 707 വെച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഇതും പോയിന്റ് വരും, 22.6 ഓർഡേഴ്സ് എന്നാണ് പറയാ. ബട്ട് ഞാൻ അത് എന്ത് ചെയ്യുന്നു, റൗണ്ട് ഓഫ് ചെയ്തിട്ട് 23 ഓർഡേഴ്സ്. അപ്പൊ ഒരു വർഷം നിങ്ങൾ എത്ര ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും, 23 ഓർഡർ പ്ലേസ് ചെയ്യും. ഒരു ഓർഡറിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, 707 വെച്ചിട്ട്. അപ്പൊ 707 വെച്ചിട്ട് 23 ഓർഡർ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓർഡറിംഗ് കോസ്റ്റും നിങ്ങളുടെ ക്യാരിയിങ് കോസ്റ്റും എന്തായിരിക്കും, കുറവായിരിക്കും. നിങ്ങളുടെ കമ്പനിക്ക് എന്തായിരിക്കും, എപ്പോഴും ലാഭമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഫോർ ടുഡേ. കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് EOQലെ ബേസിക് 2 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, ബൾക്ക് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി EOQൽ വരുന്നുണ്ട്. പക്ഷെ ഡിഗ്രി ലെവലിൽ നമുക്ക് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കാര്യം കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്രോപ്പർ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EOQ വിത്ത് ബൾക്ക് ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, സോ ഹോപ്പ് ക്ലാസ് ക്ലിയർ പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. കോസ്റ്റ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഈ വരുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. സോ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. മൈസെൽഫ് അരുൺ കുമാർ.